എന്താണ് ആര്യ നീ കാണിച്ചു കൂട്ടുന്നത്? ഇത്തിരിയെങ്കിലും തനിക്ക് പുറത്തിറങ്ങണ്ടേ? ഒരു കാര്യം ഞാൻ പറയുകയാണ്, ജിസൈലിനെ മുതലാക്കിയത് ആര്യനാണ്. ഓക്കെ, നമുക്ക് ഇപ്പോഴല്ലേ അറിയുന്നത്. ഇന്നലെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. സത്യം പറഞ്ഞാൽ ആര്യന് ഇത്രമാത്രം വൃത്തികെട്ടവനാണോ? നൂറയെ തോണ്ടുകയാണ് മക്കളെ. ഞാനൊരു കാര്യം പറയുകയാണ്, ആ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾ ആ ഒരു ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. നിങ്ങൾ കാണൂ ആര്യൻ്റെ ഒരു വൃത്തികേട്. ഓക്കെ, നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു നോക്കാം. ഓക്കെ, ഇത് ടാസ്ക് ആണ്. ഓക്കെ, ടാസ്ക് എന്ന് പറഞ്ഞാൽ കാറിലേക്ക് എല്ലാത്തിനും ഒരുമിച്ച് കാറിലേക്കായിട്ടും അതിൽ അതായത് കാറിൽ നിന്ന് അവസാനം ശ്വാസം കിട്ടാതെ ആരാണ് പുറത്തു വരുന്നത് അവർ പുറത്തായി എന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികേട് കാണിച്ചിട്ട് അതിന് ടാസ്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. കണ്ടല്ലോ, ഇതൊക്കെ വൃത്തികെട്ട ടാസ്ക് അല്ലേ? ഒരു കാറിനുള്ളിൽ എല്ലാവരെയും ഇരുത്തിയിട്ട്. അറിഞ്ഞോണ്ടാണ് നൂറ് കളിക്കുന്നത്. നിങ്ങൾ ഫെയർ അല്ലാത്ത രീതിയിൽ കളിക്കുകയാണെങ്കിൽ ചെയ്തോ, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. ശ്രദ്ധിച്ച് നോക്കണം ആര്യൻ. ഓക്കെ, ആര്യനെ ശ്രദ്ധിച്ച് നോക്കണേ. ചെയ്യരുത്. ഞാൻ എന്താ അല്ലേ? അതായത് ഒരു കൂടിനുള്ളിൽ എല്ലാത്തിനും നിങ്ങൾക്ക് ഈ ടാസ്ക് മനസ്സിലായോ? കാറിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഔട്ടായി എന്നാണ്. ഇതൊക്കെയാണോ ടാസ്ക്? ബിഗ് ബോസ് കാണുന്നില്ലേ? ബിഗ് ബോസ് അനീഷിന്റെ അതേ ഒരു ഫ്ലോയിലുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആര്യന് മുതലാക്കുന്നുണ്ട് നൂറയെ. നിങ്ങൾ നോക്ക്. ചെയ്യല്ലേ ആര്യൻ? ഇത്രയും ടാസ്കിന് ഗതികേടാണ് ബിഗ് ബോസിന്. ഒരു കാറിൻ്റെ ഉള്ളിൽ അതിന് 8 പേരെ ഇട്ടാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? പറയുമ്പോൾ പറയും ടാസ്ക്. എത്ര ടാസ്ക് ഉണ്ട്! കുറെ ട്വിസ്റ്റ് ഉണ്ട്. അക്ബർ മറ്റേ ആനിമോളെ കയറി പിടിക്കാൻ പോകുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ ബാക്കിയാണ്. വല്ല വരും. നെവിന് പുറത്തായി. ഓക്കെ, നെവിന് ബുദ്ധിയുണ്ട് നെവിന്. അതായത് അതിൻ്റെ അകത്ത് ഇരുന്ന് ചാവുന്നതിന് നല്ലത് പുറത്താവുന്നതെന്നാണ്. അതല്ലേ? അല്ല, വേറെ എന്തെങ്കിലും സാധനം ഉണ്ടല്ലോ. ഞാൻ ഇപ്പൊ എടുത്തിട്ടോ. നാളെ വീക്കെൻഡ് എപ്പിസോഡോ? ലാലേട്ടൻ വരുമ്പോ നല്ല കംപ്ലൈന്റ് കൊടുക്കും. ലാലേട്ടൻ വരുമ്പോ അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു കംപ്ലൈന്റ് കൊടുക്കും.
അല്ല പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കിട്ടാനുള്ളത് കിട്ടും. അപ്പൊ പിന്നെ തെറ്റ് അല്ല, ചെയ്തിട്ട് അപ്പൊ കിട്ടുന്നില്ല. പ്രേക്ഷകരെല്ലാം കൂടെ കാണട്ടെ. കണ്ടോട്ടെ. ഞാൻ പ്രേക്ഷകരോട് പറയും. അത് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, നെവിന് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അനുമോൾക്കും കിട്ടിയിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ഞാൻ അധ്വാനിച്ച് മേടിച്ചതാണ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പറയൂ, മേടിച്ചതാണ്. തീർച്ചയായിട്ടും പറയൂ. എന്തെങ്കിലും എന്നാ വെയിറ്റ് കൊണ്ടുവന്ന് എടുക്കൂല. ബെഡിലെ പോയിക്കുന്നത് ഇതൊക്കെ നെവിന്റെ വൃത്തികേടാണ്. മറ്റുള്ളവരുടെ സ്ഥാനം കക്ക എടുക്ക, അതൊക്കെ വൃത്തികേടല്ലേ. നെവിനൊക്കെ ലാലേട്ടൻ എല്ലാം ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാണിക്കുന്നതിന്റെ ബെഡൊക്കെ കബോർഡൊക്കെ തുറന്ന് ഇങ്ങനെ എടുക്കുന്ന നെവിന്റെ ഗെയിം ആദ്യം എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോഴാണ് കുറച്ച് വൃത്തികെട്ട ഗെയിം ആയത് നെവിന്റെ. ഓക്കെ, You know what? അനുമോൾസ് കബോർഡ്. ഞാൻ ബിഗ് ബോസിനെ ചോദിച്ചാണ് എടുത്തത്. ചോദിച്ചോക്ക്, അപ്പം ബിഗ് ബോസിനെ ചോദിച്ചോക്ക്. ഞാൻ ചോദിച്ചാണ് എടുത്തത്. ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങാൻ എടുത്ത് ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. അതേപോലെ ബിഗ് ബോസിന്റെ അടുത്ത് ചോദിച്ചിട്ടാ ഞാൻ മറ്റേ യോഗട്ട് എടുത്ത് കഴിച്ചത്. യു നോ വാട്ട്? ബിഗ് ബോസ് ചോദിച്ചു, അപ്പൊ ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല. എടുത്ത് യോഗട്ട് എടുത്ത് കഴിച്ചപ്പോഴത്തേക്കും ബിഗ് ബോസ് ഉറക്കത്തിലായിരുന്നു. ഞാനും കേർഡ് ചോദിച്ചു, ബിഗ് ബോസ് എനിക്ക് പെർമിഷൻ തന്നില്ല. സോ ഐ എം ഗോയിങ് ടു ഹാവ്. ഓക്കെ, ആൻഡ് യു ആർ ഓൾസോ കളി ആൻഡ് ഐ ആം ഓൾസോ കളി. ഓക്കെ, ഫൈൻ. കളി തന്നെയാണ്. എന്നെ പറയിപ്പിക്കണം. എന്റെ പക്ഷെ നീ അവിടെ തന്നെ ഫസ്റ്റ് നീ തള്ളിക്കോ. ഇതിപ്പോ ആര്യന് തുടങ്ങി. ഓക്കെ, നീ തള്ളിക്കോ, നിനക്ക് വേണമെങ്കിൽ തള്ളിക്കോ. കഷ്ടോടാ എനിക്ക് അവിടെ സ്ഥലം തരുന്നില്ല. അതെ, എന്തിടാ ആര്യനെ? ഒരു പെണ്ണല്ലേ അത്. എന്തില്ലെങ്കിലും ഒരു പെണ്ണിന്റെ സ്പേസ് കൊടുക്കണ്ടേ? കടിച്ചില്ലല്ലോ, തൊട്ടല്ലോ. നെവിൻ അവിടെ കഴിക്കുന്നുണ്ട്. ഈ കാണിക്കുന്ന ക്രൂരതയാണ് കേട്ടോ ആര്യൻ. എന്താണെങ്കിലും എന്താണ് സ്ഥലം തരുന്നില്ല. ഓക്കെ, ഇതില് ബിഗ് ബോസിന്റെ തെറ്റാണ്. ഇങ്ങനെ ഒരു ടാസ്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ചെയ്യരുത്. ഞാൻ ചെയ്യും. കാരണം ഞാൻ കാമക്കഴുവയാണ്. നിങ്ങൾ എന്തിനാണ് അവളുടെ സ്ഥലത്തിൽ പോയതെല്ലാം നിങ്ങൾ കാണിച്ച് ഭയങ്കര ബോർ പരിപാടിയാണ്. ഞാൻ നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യരുതടാ. എന്റെ വയറ് പൊട്ടുന്നൂടാ. ചെയ്യരുതടാ. നീങ്ങ പോരെ അവൾക്ക് സ്ഥലം കൊടുക്കുക. നോക്കട്ടോ, ആര്യന്റെ ഒരു സെൽഫീസ്. അതായത് നൂറുമായി അതായത് ഒരു കാര്യം ഞാൻ പറയുകയാണ്, നൂറെ എങ്ങനെയെങ്കിലും ടച്ച് ആവണം ഈ പറയുന്ന ആര്യൻ. അതിനു വേണ്ടി കളിക്കുന്നതാണ്. എന്ത് വൃത്തികെട്ടവനല്ലേ. കാണിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ വന്നേക്കുന്നത്. ആര്യനെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഞാൻ സപ്പോർട്ട് ചെയ്തില്ല അതിരുന്നു. നിങ്ങളിരുന്നോ? ഞാൻ ഇറങ്ങാന്ന് വിചാരിക്കുന്നു. എന്താ സംഭവിച്ചു? എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോ എന്റെ കൈ ഇങ്ങോട്ട് വന്നു. ടച്ച് ചെയ്തു. അപ്പൊ എനിക്ക് നോക്കിയതാ. സ്റ്റാൻഡേർഡ് അല്ല ഉള്ളതെന്ന് പറയുന്നതാ. ഇത് ഞാൻ പേടിക്കാൻ എന്റെ മുഖത്ത് വന്നോ. അയ്യോ, തള്ളിയിടാൻ പോകുന്നു പറഞ്ഞ ഫേസ് തൊടണ്ട. എന്നെ അങ്ങനെ തൊടണ എന്തിനാ? തൊടണ്ട, എനിക്ക് ഇഷ്ടമല്ല എന്നെ തൊടുന്നത്. അല്ല, മുട്ടി നിന്നാലും ഇനിയിപ്പോ എങ്ങനെ നിന്നാലും എനിക്ക് ഇഷ്ടമല്ല. ഇത് അക്ബർ അനുമോളെ തൊട്ടു എന്നാണ് അനുമോള് പറയുന്നത്. അത് ഫാസ്റ്റ് ഡയലോഗ്. അക്ബർ തൊടാൻ പറ്റിയ സാധനം.
ഇവളുടെ പക്ക ചീപ്പ് റോഡ് പട്ടി ഷോ ക്യാരക്ടർ. പിന്നെ നിന്റെ കൂടുതൽ ഇപ്പൊ എല്ലാരും ഓക്കെ നിൽക്കണവരെ വരെ കണ്ടിട്ടുണ്ട് ഞാൻ. ആര്യൻ അങ്ങനെ ചെയ്യണ്ട നൂറ, അങ്ങനെ ചെയ്യാൻ പാടില്ല. നൂറ പറഞ്ഞാ നീങ്ങിരുന്നു. ഇത് നൂറയുടെ ചീപ്പ് ഗെയിമാണ്. അനീഷിന്റെ അടുത്ത് പോയി മേലത്തേക്ക്, അതായത് നമ്മളിപ്പോൾ ആരെങ്കിലും മുട്ടാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? മുട്ടുമ്പോൾ പറയുകയാണ്, അവൾ തന്നെ അടുത്തിരുന്ന് പറയുകയാണ് തൊടല്ലേ തൊടല്ലേ എന്ന് പറഞ്ഞു. 82-ാം ദിവസം പുലർച്ചെ 3:15. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എന്താ പ്രശ്നം? എന്താ? എനിക്ക് കണ്ണടഞ്ഞു പോണു. ഉറക്കം വന്നിട്ടാണ്. അടുത്ത നിമിഷം ഞാൻ ഇറങ്ങാം. കണ്ണടഞ്ഞ ഞങ്ങനെ കണ്ണടനല്ല, മൊത്തത്തിൽ വയ്യ എനിക്ക്. അനീഷിന് അനുമോളോട് പ്രേമം, അതായത് പറയുകയാണ് അനുമോള് നീ പുറത്തിറങ്ങിയ അടുത്ത നിമിഷം ഞാൻ ഇറങ്ങാമെന്ന്. എന്താണ് അനീഷ? ഞാൻ എന്തായാലും പറ്റിയില്ല. അപ്പൊ ബിഗ് ബോസ് വിളിച്ചു അനു ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ ഇറങ്ങും. എത്ര കിട്ടിയാലും നമ്മൾ അനീഷേട്ടാ അവസാന വാക്കുകൾ പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ വരുന്നു. അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാസ്ക് ഓ ശരി. അനീഷിന് ഇറങ്ങി. എന്താണ്, അതായത് ഇപ്പോൾ അനുമോൾക്ക് വേണ്ടിയാണോ അനീഷ് കളിക്കുന്നത്? അങ്ങനെ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ പൊന്നുമക്കളെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത്, എന്തുമാത്രം ടാസ്ക് ഉണ്ട് ഇതൊക്കെ. ഇതൊരു ടാസ്ക് ആണോ? ഇതിൽ സത്യം പറഞ്ഞാൽ അനുമോൾ പറഞ്ഞു എന്നെ അക്ബർ തൊടാൻ ശ്രമിക്കുന്നു, നൂറ പറയുന്നു എന്നെ ആര്യൻ തൊടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വൃത്തികെട്ട ടാസ്ക് നിങ്ങൾ കൊടുക്കണോ ബോസണ്ണ? വേറെ എത്ര ടാസ്കുകളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛമാണ് ഈ ഒരു ടാസ്ക് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഓക്കെ ആര്യനൊക്കെ നല്ല രീതിയിൽ മുതലെടുത്തിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു ടാസ്ക് നീണ്ടു നിന്നത് 13 മണിക്കൂറാണ്. 13-14 മണിക്കൂറാണ് നീണ്ടു നിന്നത്. നമുക്ക് കാണിച്ചത് വെറും 20-25 മിനിറ്റാണ്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ പ്രശ്നം അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടാവും? അതായത് 14 മണിക്കൂറിൽ നമുക്ക് ബിഗ് ബോസ് കാണിച്ചത് 20 മിനിറ്റാണ്. ആ 20 മിനിറ്റിൽ 10 മിനിറ്റാണ് ഞാനിപ്പോൾ സൈഡിൽ വെച്ചത്. അപ്പോൾ ഈ 14 മണിക്കൂറിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാവും? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ വൃത്തികെട്ട ടാസ്ക് കൊടുക്കണോ? അതിന് പേര് ടാസ്ക്, വൃത്തികേട് കാണിച്ചിട്ട് അതിന് നല്ലൊരു പേര് കിട്ടിയിട്ടുണ്ട്, ടാസ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരികയാണ്. നെവിനെ ലാലേട്ടൻ പഞ്ചറാക്കിയിട്ടുണ്ട്. അതായത് ലാലേട്ടൻ്റെ ഷൂട്ട് അവസാനിച്ചു, ആരാണ് പുറത്തു പോയതെന്ന് ഉറപ്പായിട്ടുള്ള ചില ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ ബൈ.